salt and pepper. Bum 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 bum. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തമായ പുഞ്ചക്കരി പാടത്താണ്. ഈ പുഞ്ചക്കരി പാടത്തിന് പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ കിരീടം തുടങ്ങി ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മുടെ ഈ നഗരത്തിനകത്ത് ഇത്രയും എന്താ പറയുക, വെള്ളായണിക്കായലിൻ്റെ ഒരു തീരമാണിത്. ഇത്രയും നല്ലൊരു പാടശേഖരം ഇവിടെ നഗരത്തിനകത്തുണ്ട്. അപ്പം ഇവിടെ അടുത്ത് നല്ലൊരു ഷാപ്പുണ്ട്, നല്ല നാടൻ ഫുഡ് കിട്ടുന്ന നല്ലൊരു ഷാപ്പ്. അവിടെ കായൽ മീൻ, പുഴമീൻ, നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് വരുന്ന നല്ല സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന നല്ല മീൻ കറികൾ, പുട്ട്, കപ്പ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പ്രദേശം ഒന്ന് കണ്ടിട്ട് നമ്മുടെ ആ ഷാപ്പിലേക്ക് പോകാം. അവിടെ സുരേഷ് ഏട്ടൻ ആണ് റെഡിയായിട്ടിരിക്കുന്നത്. ഇന്നെന്തോ വലിയ മീൻ കറികളൊക്കെ, മീനൊക്കെ പിടിച്ചങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി തുടങ്ങാം അല്ലേ? വാ, ഷാപ്പ് എവിടെയാണോ എന്തോ, വന്നോളൂ. കള്ളി ഷാപ്പിൻ്റെ ആഘോഷം. ഓക്കെ, നമുക്ക് ഈ അടുക്കളയിലോട്ട് പോകാം. ഇതാണ് അടുക്കള. ഇതാണ് ഞാൻ തേടി വന്ന ആൾ, സുരേഷ് ഏട്ടൻ. നമസ്കാരം ചേട്ടാ, എന്നുണ്ട്, സുഖമല്ലേ? എന്തായാലും നമുക്ക് ഇതാണ് നമ്മുടെ ഈ ഒരു ഷാപ്പിൻ്റെ പ്രത്യേകത. ഒരുപാട് ഫാമിലി റെസ്റ്റോറൻ്റ് ഒക്കെ ആയി. അപ്പോൾ എന്തായാലും ഈ അടുക്കളക്കകത്ത് വെച്ച് നമുക്ക് പാചകം ചെയ്യേണ്ട അല്ലേ? എന്തായാലും പുഞ്ചക്കരി പാടത്തിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് പാടത്തോട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ? ഇതുവരെ പുറത്ത് ഷൂട്ട് ചെയ്യാം. അല്ല, പാചകം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പാടത്തേക്ക് പോവാം. ശരി. അപ്പോൾ ഈ പ്രകൃതി രമണീയമായ പുഞ്ചക്കരി പാടത്തിൻ്റെ ഒത്ത നടുക്ക് പുഞ്ചക്കരി ഷാപ്പിൻ്റെ രോമാഞ്ചമായ സുരേഷ് ഏട്ടൻ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ പോകുന്നത്. സുരേഷ് ഏട്ടാ, മീനുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? തലക്കറിയാണ്. ഷാപ്പിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ തലക്കറി എന്ന് പറയുന്നത് അല്ലേ? എല്ലാവരും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള സാധനമാണ് തലക്കറി. വേണ്ട കൊഞ്ചുണ്ട്, വലിയൊരു മീൻ ഇരിക്കുന്നത് വരാലാണ്. ഈശ്വര, ഇത്രയും വലിയ വരാലിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല കാറ്റ്. ഈ കാറ്റത്തും ഈ ഇതിൻ്റെയൊക്കെ നടുക്ക് എന്തെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടോ? അടുക്കളക്കകത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ പാടത്തിന് എടുക്കുന്നത് പാചകം. അപ്പോൾ ഇതൊരു അനുഭവമായിട്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഓക്കെ, കടുക് എടുക്കണം. അപ്പം നമ്മൾ എന്തായാലും ആദ്യം എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഇത്ര മതിയാ? 2 സ്പൂൺ. അപ്പോൾ നമ്മൾ കടുക് ഇട്ടു, പൊട്ടി വരണം. അപ്പോൾ കടുകൊന്ന് നമ്മൾ പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മുടെ അടുത്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് എന്ത് മീനിന്റെ തലയേട്ടാ? വേളാവിന്റെ. നെമ്മീനാണ് ഈ ചെറുത്, വേളാവ് വലുതല്ലേ? ഈ വലിയൊരു സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 5 പേർ കഴിക്കാമല്ലേ? 2-3 പേർ കഴിക്കാം. ഇതൊന്നും വലുതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷാപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് തലക്കറിയാണ് അല്ലേ? ആദ്യം തലക്കറിയാണ് ചോദിക്കുന്നത്. തലക്കറി, വരാല്. എന്തായാലും ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആടിക്കാറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കർക്കിടകത്തിലെല്ലാം അടി ഇങ്ങനെ കനത്ത കാറ്റ് വരണം, അതാണ് ആടിക്കാറ്റെന്ന് പറയുന്നത്. എന്നാലും ഈ ആടിക്കാറ്റത്ത് നമ്മൾ, ചേട്ടാ അത് പിടിച്ചോ, ഞാനിത് ചെയ്തുതരാം. നമുക്ക് എന്നാലും ഒരു പരസ്പര സഹകരണത്തോടെ മുന്നേറാം. എന്തായാലും അടുക്കളക്കകത്താകുമ്പോൾ ചെല്ലും നടക്കൂല. ചില കരിവേപ്പില. നമ്മൾ വറ്റൽമുളക് ഇട്ടു, കടുകിട്ടു, ഇഞ്ചി എത്ര ഇടണം? 2 സ്പൂൺ. 2-3 സ്പൂൺ ഇടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലേവറിൻ്റെ ഒരു
ഇഞ്ചിയും കരിവേപ്പില മൂത്തനായിട്ടും മുളക് പൊടി ഇപ്പം കാറ്റില്ല ഇടാം. അതെ ഇപ്പം കാറ്റില്ലാത്ത മറക്കാം ചേട്ടനെ തട്ടിക്കൊണ്ടല്ല മൊത്തം തട്ടിക്കൊണ്ടാൽ മതി. മൊത്തം തട്ടിക്കട്ടെ. നല്ല മുളക് പൊടി നല്ലപോലെ മുളക് കറി എരിവുള്ള കറി, നല്ല എരിവുള്ള കറിയാണ്. എരിയും പുളിയും ഷാപ്പിലെ കറി. അതെ അതാണ് ഷാപ്പിൻ്റെ കറിയുടെ ഒരു പ്രത്യേകതയാണ്. നല്ല എരിവും പുളിയും ഒക്കെ വേണം. ഇതും മൊത്തം തട്ടാം. മല്ലി കുറച്ച്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള കറികളാണ് ഷാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ത് പുളി? ഇത് 2 പുളിയുണ്ട്, പുളിയും പിണംപുളിയുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കുളമ്പുളി. ഇത് വിത്തിട്ടല്ല. ചേട്ടാ ഈ ഷാപ്പിൽ വന്ന് എത്ര ആളായി? ഞങ്ങൾ 7 മാസമായി. 7 മാസമായി. ഇവിടെ ഇപ്പം നല്ല ആൾക്കാരൊക്കെ തിരക്കുണ്ട്. പുതിയ ഫാമിലി റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങി. പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി. പുതിയ ഫുഡുകളുണ്ട്. എല്ലാം 36 ഐറ്റം ഫുഡുണ്ട്. അതാണ് എല്ലാം കായലിലെ മീനാണ്. വരാല്, കാരി, സുലോപ്പി. തിരുവനന്തപുരം നഗരത്തിനകത്ത് തന്നെ ഇത്രയും നല്ല എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പുഞ്ചക്കരി ഷാപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നമുക്ക് നല്ല നല്ല ഫാമിലി വരുന്നുണ്ട്. തനിക്കള്ളാണ്, മായയില്ല. നമുക്ക് എന്തായാലും കള്ളല്ല, നമുക്ക് ഫുഡാണ് പ്രധാനം. അപ്പോൾ ഇത് ഉലുവ പൊടിച്ചത്. അതാണ് ഉലുവ. ഇതാണ് നമ്മുടെ ഉലുവ പൊടിച്ചത്. 2 സ്പൂൺ ഇടാം. കുരുമുളക് പൊടിച്ചത്. എരിവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇതിന് കുറച്ചൊരു മഞ്ഞപ്പൊടി 2 സ്പൂൺ ഇടാം. കാറ്റ് ഇപ്പം എന്തായാലും ഒരു എത്ര തലയായിട്ട് അതിനകത്ത്? ഇതിപ്പോൾ നമ്മൾ 5 തല. 2 വേളാവും 3 നെമ്മീൻ്റെ. ഉപ്പ് 2 സ്പൂൺ ഇട്ടുണ്ട്. 2-3 ഇടാം. ആവശ്യത്തിനിടാം. ശരിക്കും കടൽ മീനല്ല? ഇത് കടൽ മീൻ. നമ്മുടെ ഗ്രേവി ഏകദേശം വെള്ളം കുറച്ച് ചൂടുവെള്ളം ഇതാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒന്ന് കറിയാവണം അല്ലേ? കറിയാവണം. ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 തലയാണ് ഈ ഒരു ഉരുളിക്കകത്ത് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രാധാന്യം ഉടങ്കല്ല് മുളകാണ്. ഈ എരിവുള്ളത് ഷാപ്പിലെ കറിയിലെ എരിവ് ഏറ്റവും സംഭവം എന്ന് പറയുന്നത് നല്ല മണമാണ്. ഇതാണ് അതിൻ്റെ ഫ്ലേവർ അല്ലേ? എരിവാണ്. പിന്നെ ഇതിനകത്ത് മുരിങ്ങയ്ക്ക, തക്കാളി, മുരിങ്ങയ്ക്ക, ചില മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തു. തക്കാളി ഇടാം. പിണംപുളി. ഇതാണ് പിണംപുളി. 2 കഷ്ണം. നേരത്തെ പുഞ്ഞിട്ടുണ്ട് നമ്മൾ. എൻ്റെ കൂടെ എന്നാലും ഒന്ന് കിടക്കട്ടെ അല്ലേ? അപ്പോൾ ഈ കറി ഒന്ന് വെന്ത് അടച്ചു വെച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രേവി എന്ന് പറയുന്നത്. ഈ ഗ്രേവിയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഗ്രേവി ഒന്ന് വെന്ത് വരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ തല ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഈ തല ഇട്ടിടും അത്രയും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തലക്കറി ആവും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് സംഭവം. കണ്ടാൽ പേടിയാവുന്നുണ്ടെങ്കിലും അല്ലേ? അപ്പോൾ ഇതാണ് എരിവാണ് അതിൻ്റെ പുളിയുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. തേങ്ങ അരക്കില്ല. തേങ്ങ ഇടുന്നില്ല. നമ്മൾ സവാള ഇടുന്നില്ല. പിടിച്ചോ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മൂത്തൊന്നും കാറ്റടിച്ചിട്ട് അന്യായ കാറ്റാണ് ഇവിടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ കാട്ടിയും നല്ല കാറ്റാണ്. അപ്പോൾ ആ കാറ്റ് കാരണമാണ് പിണങ്ങിയാണ് നമ്മുടെ സ്റ്റൗ കത്തിക്കൊണ്ടിരിക്കുന്നത്. അടുക്കളയ്ക്കകത്താണെങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും അല്ലേ? ഒരു 5 മിനിറ്റ് എന്നുള്ളത് ചിലപ്പം 7-8 മിനിറ്റ് എടുക്കും. അപ്പോൾ എന്തായാലും ഒന്ന് വെന്തോട്ടെ. അപ്പം നമ്മുടെ ഗ്രേവി ഏകദേശം വെന്ത് വന്ന് കാണുമല്ലോ. തലയിടാം. ഓക്കെ. വലിയ മീനിൻ്റെ തലയാണ് ഈ വേളാവ് എന്ന് പറഞ്ഞാൽ തന്നെ. ഇത് നെമ്മീനാണ്. നെമ്മീൻ്റെ തലയാണ് ഭയങ്കര ടേസ്റ്റുള്ള അല്ലേ? ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് നെമ്മീൻ്റെ തല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉരുളിക്കകത്ത് 5 എണ്ണം നന്നായിട്ട് ഓരോ ഭാഗമായിട്ടൊന്ന് വെന്ത് വരണം അല്ലേ? ഓക്കെ. ഇതിന് നമ്മൾ ഈ കാറ്റത്തായത് കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. ഇതിനകത്ത് സവാള ഇട്ടില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇട്ടില്ല. തേങ്ങ എടുത്തില്ല, സവാള എടുത്തില്ല. പക്ഷേ എല്ലാം നമ്മൾ മുളകിൻ്റെ ഒരു പ്രത്യേകത. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വറ്റൽമുളക്, അങ്ങനെയുള്ള ഇഞ്ചി പേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നല്ല എരിവുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ കടൽ മീനായതുകൊണ്ട് അല്ലെങ്കിൽ മീനായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കള്ളു കുടിക്കുമ്പോഴത്തേക്കും എരിവാണ് കൂടുതൽ വേണ്ടത്. അപ്പം നമുക്ക് ശരിക്കും പറയാം നാടൻ കറികൾക്ക് കൂടുതൽ എരിവാണല്ലോ. ഇവിടെ ഈ ഷാപ്പിലെ കറി അന്വേഷിച്ച ആൾക്കാർ അല്ലേ? അങ്ങനെ വരുന്ന ആൾക്കാർ നമ്മൾ കപ്പയുടെ കൂടെ അല്ലെങ്കിൽ നല്ല കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ തലക്കറി. പുട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഈ തല ഇപ്പോൾ ഏകദേശം ഒന്ന് തിരിച്ചിടണ്ടേ?
അത് മറിച്ചിടാം. മറിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് വെന്ത് ഒരു സൈഡിൽ നിന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. തലക്കറിയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ തല മറിച്ചിടും. ഈ ഉരുളിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല പുളിയുടെ ഒരു മണം അടിക്കുന്നുണ്ട്. കുടംപുളിയുടെ അല്ലേ. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ തലയൊക്കെ തിരിച്ചിടുക എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ വെന്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാറൊക്കെ അങ്ങോട്ട് പിടിച്ച് വരണം. ഉപ്പൊക്കെ പിടിച്ച് വരാൻ വേണ്ടി മറിച്ചൊക്കെ ഇട്ട് ഇത് മറിക്കണ്ട. അതൊക്കെ കുറച്ച് മീൻ കിടന്ന് വെന്തോളും. ഒരു സൈഡ് മാത്രം മതി. സൈഡ് മാത്രം. ഇനി ആവിയിൽ കിടന്ന് വെന്ത് കുറച്ച് അരപ്പ് കോരിയിൽ വിത്തി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ പരിപാടി. നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 10 കഴിയുമ്പോഴത്തേക്കും തല ഏകദേശം വെന്ത് വരും. അപ്പോൾ എന്തായാലും നമുക്കിത് വേറെ അടുപ്പിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഈ തലക്കറി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ ഷാപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത്, ഏറ്റവും കൂടുതൽ സെയിലുള്ളതും ഈ തലക്കറിക്കാണ്. തലക്കറി ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് വെക്കാൻ പറ്റും, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് നല്ല എരിവുള്ള തലക്കറിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് നമുക്ക് വേറെ അടുപ്പിലേക്ക് ഇത് മാറ്റാം. നമുക്ക് ബ്രാലിൻ്റെ പരിപാടി നോക്കാം അല്ലേ. ഇതൊന്ന് മാറ്റിക്കോളാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിനി വരാല് പൊരിക്കാൻ പോവാണ്. അപ്പോൾ ഈ എണ്ണ ഒന്ന് നല്ലതായിട്ട് ചൂടാവണം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇത്രയും കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മുടെ പിടിച്ചോ അല്ലെങ്കിൽ എല്ലാം കൂടെ നല്ല കാറ്റാണ്. ഓക്കെ. അപ്പോൾ എണ്ണ ഒന്ന് നല്ലൊരു ചൂടാവണം. ഈ വരാൽ അത് കയറുമോ? കണ്ടിട്ടില്ല. ആണോ? കണ്ടിട്ടില്ല പിടി. ഇത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര പേർക്ക് കളിക്കാം? ഇത് 5 പേര്. ഇത് ചെറുതാന്ന് പറഞ്ഞു. ഈ വരാൽ ശരിക്കും പറഞ്ഞാൽ ചെറുതാണ് അല്ലേ. ഇതിലും വലുതുണ്ട്. ഈശ്വര. അപ്പോൾ എന്തായാലും ഈ ഒരു ഫുള്ള് വരാൽ നമ്മുടെ ഈ തീൻമേശയിലേക്ക് വറുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു രസമാണ് അല്ലേ. കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ പേടിയാവുന്നു. അതൊന്ന് വറുത്തെടുക്കാം. ഇതിനകത്ത് എന്താ ചേർത്തിരിക്കുന്ന കേട്ടോ? നമുക്ക് മസാലയായിട്ട് കുരുമുളക്, ഇഞ്ചി, വറ്റൽമുളക് പൊടിച്ചരച്ച്. ഓക്കെ. മസാല. എന്ത് മസാല? ഫിഷ് മസാല. നമ്മുടെ നാടൻ മസാലകളെല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ നമ്മൾ സാധാരണ ഫിഷിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മീൻ പൊരിക്കാൻ എടുക്കുന്ന സാധനങ്ങളെല്ലാം അതിലുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് എത്ര സമയം വെക്കണം ഈ വരാലൊക്കെ ആകുമ്പോഴത്തേക്ക്? ഒരു അരമണിക്കൂർ വെക്കണം. മസാല പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നന്നായിട്ട് മസാല പിടിച്ച് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വരാൽ മാത്രമല്ല, ഇതിപ്പോൾ കരിമീൻ സിലോപ്പിയ. ഓക്കെ. സിലോപ്പിയ ഉണ്ട്. ഇത് കാരി. ഇതെല്ലാം നമ്മൾ കായലിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പുഴ മീനുകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായോ? തിളച്ച് കഴിഞ്ഞു. നമ്മൾ ഈ കാറ്റത്ത് വളരെ കഷ്ടപ്പെട്ടാണ് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരാലിനെ എടുത്ത് അല്ലേ. പിടിച്ചോ. ഈശ്വര തികയണേ ഈ ചട്ടിക്കകത്ത്. 4 കിലോ ഉള്ള വരാലാണ് നമ്മൾ ഈ ഒരു ചട്ടിക്കകത്ത് ഇട്ട് റെഡിയാക്കി എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉരുളിക്കകത്ത് കയറും അല്ലേ. പിന്നെ അത് നമ്മൾ മസാല ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഒന്ന് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു കുടുംബത്തിന് ഒരു വരാൽ മതി. അപ്പോൾ ഒറ്റ തവണ പൊരിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒരു വരാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ? 500 രൂപ അത്രേ ഉള്ളൂ. ഒരു കാരണം ഈ വലിയ കാഴ്ചയിലുള്ള ഭീകരതയുള്ളൂ. പക്ഷെ നമുക്ക് വളരെ എന്താ പറയുക വളരെ ന്യായമായ വിലയേ ഉള്ളൂ. 500 രൂപ ഒരെണ്ണം വാങ്ങിച്ച് നന്നായിട്ട് കഴിക്കാം. ഓക്കെ. എന്തായാലും ഇത് പറഞ്ഞാൽ ഇങ്ങനെ നിരന്ന് നമ്മുടെ തീൻമേശയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു രസമല്ലേ. നല്ല മണം. ഇതിനെ മറച്ചിടുകയാണ്. അതിനൊന്ന് സൂക്ഷിച്ച് നമുക്ക് വളരെ എന്താ പറയുക സൂക്ഷ്മതയോടെ ചെയ്യേണ്ട പരിപാടിയാണ്. തിളച്ച എണ്ണയാണ്. മറച്ചിട്ട് വയ്ക്കുകയാണ്. ഇനി ഒരു സൊപ്പ കിടന്ന് ഫ്രൈ ആവും. ഓക്കെ. 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ വെച്ചിട്ടാൽ മതി അല്ലേ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വരാല് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൽ ഫ്രൈ. ഇതിപ്പോൾ വലിയ വരാലാണ്. ഇപ്പോൾ ചട്ടിക്കകത്ത് കയറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കസ്റ്റമറിനോട് കരിവേപ്പില ഇച്ചിരും. ഓക്കെ. അപ്പോൾ നന്നായിട്ട് മുളകിൻ്റെ പൊടിയുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വറുത്ത് വരട്ടെ അല്ലേ. നന്നായിട്ട് വറക്കട്ടെ. ഇതിപ്പോൾ പതഞ്ഞപ്പോൾ വരാലിനെ കാണാനില്ല. വരാൽ ഫ്രൈ ആയി. ഇനി ഇതിങ്ങനെ പതഞ്ഞു വരും കേട്ടോ. എണ്ണ ഇങ്ങനെ ചൂടായത് എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. അതിൻ്റെയാണ് ഈ ഒരു പതച്ച്. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു ഫുള്ള് വരാലാണ്. ഇതാണ് ഇതിൻ്റെ പുറത്ത് ഈ സലാഡൊക്കെ വെച്ച് അലങ്കരിച്ച് നമ്മൾ തീൻമേശയിലേക്ക് എത്തിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ വരാൽ ഫുള്ള് വരാലാണ്. നല്ല പൊരിഞ്ഞ് നല്ല മണം.
അപ്പോൾ എണ്ണ ഇറക്കാമല്ലോ. എണ്ണ ഇറക്കി നമുക്കിനി കൊഞ്ചും കൂടെ ഒന്ന് കൊഞ്ച് ഫ്രൈ ആണോ അതോ കൊഞ്ച് ചൂടാക്കാം. കൊണ്ട് ചുട്ടെടുക്കാം. ഗ്രില്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വരാൽ. ഇനി ഏകദേശം നമ്മൾ സലാഡൊക്കെ ചെയ്ത് നമ്മുടെ തീന്മേശയിലേക്ക് എത്തിക്കും. അപ്പം നമുക്ക് കൊഞ്ചും കൂടെ ചെയ്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അല്ലേ? കൊഞ്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വരാൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ കൊഞ്ച് ഗ്രില്ല്. ഓക്കെ. അപ്പോൾ അതും ഈ ഒരു കാറ്റ് ഒരു പ്രശ്നമായിരിക്കുമല്ലോ? ഇല്ല, കുഴപ്പമില്ല. എങ്ങനെയാണ്? ഇത് വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ എന്താണ് ചേട്ടാ അതിനകത്ത് ചേർത്തിരിക്കുന്ന മസാല? പറഞ്ഞുതരാം. ഇത് കുരുമുളക്, സോസ്, കുരുമുളകും ചില്ലി സോസ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഓക്കെ, ഉപ്പും കൂടെ ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ എത്ര സമയം വെക്കണം? ഈ ഒരു ഇത് അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഗ്രില്ല് മസാല ആവുന്നത് ഗ്രില്ലായി. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ചുട്ടെടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ എണ്ണയോ കാര്യങ്ങളോ ഉള്ള നമ്മൾ അതിനകത്തുള്ള നെയ്യെല്ലാം ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗ്രില്ലായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സോസേജും കാര്യങ്ങളും ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ചില്ലി സോസ് കരിയാതെ സൂക്ഷിച്ചെടുക്കുക അല്ലേ? ഇതാണ് നമ്മുടെ ചുട്ട കൊഞ്ച്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് നമ്മൾ ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക്, ചില്ലി സോസ്, സോയയുടെ സോസാണോ അതോ സോയ സോസ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത്, കുരുമുളക്, ഉപ്പ് ഇത്രയും കൂടെ നമ്മൾ മസാല ചേർത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സോസാണ് 2 തരം സോസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നമ്മളൊരു അരമണിക്കൂർ പുളിപ്പിന് വേണ്ടി നാരങ്ങ നീരും കൂടെ. അപ്പോൾ ഇത്രയും നാരങ്ങ നീരും കൂടെ വെച്ചിട്ട് ശേഷം നമ്മൾ ഈർക്കിലി കുത്തി വെച്ചു. അല്ലെങ്കിൽ വളഞ്ഞു പോകും, കൊഞ്ച് വളഞ്ഞ് കൈയിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പൊരിക്കുന്നതിൻ്റെ ഒരു വിഷമം മാറി കിട്ടും. ഇപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ചുട്ടത് മതി. പൊരിച്ച് തിന്നുന്ന ആൾക്കാർക്ക് അതിൻ്റെ ടെൻഷൻ ഇല്ലാത്തവർക്ക് നമുക്ക് ഗ്രില്ല്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാറ്റത്ത് നിന്ന് നമുക്ക് നേരെ ഇനി ഷാപ്പിലോട്ട് പോകാം. ബാക്കി നമുക്ക് ഇനി അവിടെയാണ് നമ്മുടെ തീന്മേശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരാലും തലക്കറിയും ഈ കൊഞ്ചും ഒക്കെ നമ്മുടെ മേശയിലേക്ക് വരട്ടെ അല്ലേ? അപ്പോൾ അങ്ങോട്ട് പോകാം. അങ്ങനെ സുരേഷ് ചേട്ടൻ വളരെ തിരക്കുള്ള സമയത്ത് നമുക്ക് ഈ എന്താ പറയുക വയലിൽ വന്ന് പാചകം ചെയ്യാൻ ആദ്യമായിട്ടല്ലേ അല്ലേ? ആദ്യമായിട്ടാണ് ഈ അടുക്കളയിൽ നിന്ന് നേരെ വയലിലേക്ക് വിളിച്ചോണ്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും തിരക്കിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷാപ്പിലോട്ട് അല്ലേ? ഓക്കെ ശരി. നമ്മുടെ ഈ ഷാപ്പിലെ കറിയെന്ന് കേൾക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന നല്ല രുചികരമായ നല്ല എരിവുള്ള നാടൻ ഭക്ഷണങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞാൽ മീനായാലും ഇറച്ചിയായാലും എന്തായാലും ശരിയല്ല. മീനാണെങ്കിൽ ശരി, ഇവിടെ പുഞ്ചക്കരി ഷാപ്പിൽ ശരിക്കും പറഞ്ഞാൽ കായൽ മീനുണ്ട്, കടൽ മീനുണ്ട്, പുഴമീനുണ്ട്. എൻ്റെ മുമ്പിൽ തന്നെ ഇഷ്ടം പോലെ ഐറ്റംസാണ്. ഏതാണ്ട് ഒരു 10-35 വെറൈറ്റിയുള്ള സാധനങ്ങൾ തന്നെ ഈ പുഞ്ചക്കരി ഷാപ്പിൽ കിട്ടും. ഇവിടുത്തെ ഒരു എന്താ പറയുക മെനു കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മീൻകറി, തലക്കറി, പോത്ത്, പന്നി, താറാവ്, ബീഫ്, ഞണ്ട്, കണവ, വരാൽ, കാരി എന്ന് വേണ്ട സകല ഐറ്റങ്ങളും 35 ഐറ്റങ്ങളുണ്ട്. എന്തായാലും നല്ല ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാനുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് സൗകര്യവും ഈ പുഞ്ചക്കരി ഷാപ്പിലുണ്ട്. ഈ ഒരു വലിയ വരാൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അത് മാത്രമല്ല ഏകദേശം ഒരു 10-15 ഐറ്റങ്ങളും ഇരിപ്പുണ്ട്. അപ്പം ഞാനിവിടെ തുടങ്ങുകയാണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കാം. നല്ല രസ്യനായിട്ടുള്ള വരാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല വിറ്റാമിനുള്ള സാധനമാണ്. വാവ്, ആടിപ്പോയി. എന്തായാലും നല്ല വിശപ്പ്. ഞാനെന്തായാലും തുടങ്ങുക. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ മറക്കരുത്, വരാം പുഞ്ചക്കരിയിലെ ഈ ഷാപ്പിലേക്ക് നല്ല വിഭവസമൃദ്ധമായ നാടൻ ഭക്ഷണങ്ങൾ കൂട്ടി കഴിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.